ഇപ്പൊ വേദ എന്താ സാറേ ചെയ്യേണ്ടത്? അണ്ണന്റെ വാക്ക് കേട്ട് ചന്ദ്രയെ കൊന്ന ബുജി തകർന്ന് തരിപ്പണോ? ബുജി എന്റെ അനിയനല്ലേ എന്ന് ചിന്തിച്ച അണ്ണ എന്റെ ശത്രുവോ? തൊഴിലാണോ സെന്റിമെന്റ്സ് ആണോ? ഒന്നുകൂടെ മനസ്സിലാവാൻ സാറിന്റെ ഭാഷയെ പറയാം. ഈ മരമാണ് വര. വരയ്ക്ക് അപ്പുറത്തുള്ളവൻ നല്ലവനും ഇപ്പുറത്തുള്ളവൻ ചീത്തയുമാണ്. കഴിഞ്ഞ കഥയിൽ രണ്ടുപേരും ചീത്തയായിരുന്നു. ഈ കഥയിൽ രണ്ടുപേരും ചോദിക്കുന്നതിൽ ന്യായമുണ്ട്. ഞാൻ എവിടെ നിൽക്കണം? അണ്ണനോ ബുജിയോ? തൊഴിലോ സെന്റിമെന്റ്സോ? സാറ് പറ. അണ്ണനെന്ന് പറയുന്നവൻ പിടിപാടുള്ളവനാ. പക്ഷെ ബുജി അങ്ങനെയല്ല. അണ്ണനെ പണിക്ക് ലോകം തന്നെ നിനക്കെതിരാവും. പക്ഷെ ബുജിയുടെ ലോകം അവൻ്റെ ചേട്ടൻ നീയും ആ പെണ്ണ് ചന്ദ്രിയുമാണ്. ഞാനായിരുന്നെങ്കിൽ ബുജിയുടെ ഭാഗത്ത് നിൽക്കൂ. കാരണം ബുജി ഇന്നസെൻ്റ്. കറക്റ്റ്. ബുജി ഒരു ഇന്നസെൻ്റ്. ഞാൻ സാറ് പറഞ്ഞ പോലെ തന്നെ ചെയ്ത് സെന്റിമെന്റ്സിന്റെ വശത്ത് നിന്ന് ബുജിയും ചന്ദ്രൻ നാട്ടിലേക്ക് അയച്ചു. അതിന് ഞാൻ കൊടുത്ത വില കളത്തിലിറങ്ങി ഫുൾ ഗ്യാങ് വാർ. സൈമൺ ചാവാനുള്ള കാരണം എന്തെന്നറിയോ? അതിന് ബുജി എങ്ങനെ മരിച്ചത് കണ്ടുപിടിക്കുക സാറേ. തീരുമാനിച്ചിട്ട് അന്വേഷിക്കരുത്, അന്വേഷിച്ചിട്ട് തീരുമാനിക്കണം. ഒരാളുടെ കണ്ണ് കണ്ടാൽ തന്നെ അവൻ ക്രിമിനലാണോ അല്ലയോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഒരു എൻകൗണ്ടർ കഴിഞ്ഞു വന്ന് ഞാൻ വീട്ടിൽ കൂർക്കം വിളിച്ച് കിടന്നു. കാരണം ഞാൻ കൊന്നവരാരും ഇന്നസെന്റ് അല്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. വിക്രം, യു ഓക്കേ? ഇപ്പോഴും ചോര വരുന്നുണ്ടല്ലോ. തൊടണ്ട. പ്രിയ, വേദയെ പിടിക്കണമെങ്കിൽ നിന്നെ ഫോളോ ചെയ്ത് വേറെ മാർഗമില്ലായിരുന്നു. അത് ശരിയാണോ വിക്രം? നിന്റെ കാര്യം നടക്കാൻ വേണ്ടി സ്വന്തം വൈഫിനെ യൂസ് ചെയ്യാ? അങ്ങോട്ടിരിക്ക. നിന്റെ ദേഹം മുഴുവൻ മുറിഞ്ഞിരിക്കുക. കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ വയ്യ. പക്ഷെ നീ ചെയ്ത കാര്യം ഓർക്കുമ്പോ നിന്നെ കൊല്ലാനുള്ള ദേഷ്യമുണ്ട്. എന്താ നോക്ക്? നീ എന്നോടൊന്നും മിണ്ടണ്ട.